ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് TP-Link എന്ന കമ്പനിയുടെ ടാപ്പോ എന്ന മോഡൽ വൈഫൈ സെക്യൂരിറ്റി ക്യാമറയെക്കുറിച്ചാണ്. നമുക്ക് അതിൻ്റെ ഒരു അൺബോക്സിങ്ങും അതിൻ്റെ പ്രവർത്തന രീതിയും ഈ വീഡിയോയിൽ കൂടി നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ഈ ക്യാമറയുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 360 ഡിഗ്രി ഹൊറിസോണ്ടൽ റേഞ്ചും 114 ഡിഗ്രി വെർട്ടിക്കൽ റേഞ്ചുമുള്ള ഒരു HD വീഡിയോ ക്യാമറയാണ്. അതുപോലെ തന്നെ ഇതിൽ 128 GB വരെ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഇൻബിൽറ്റ് ബാറ്ററി ഒന്നുമില്ല. നമ്മൾ ഫുൾ ടൈം സപ്ലൈയിൽ കണക്ട് ചെയ്ത് ഇട്ടാലേ റെക്കോർഡ് ആവത്തുള്ളൂ. അതുപോലെ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാം. പിന്നെ NA സ്റ്റോറേജ് ഒന്നും ഇതിൽ അവൈലബിൾ അല്ല. നമുക്കിതിൽ എടുത്തു പറയത്തക്കത് നൈറ്റ് വിഷനാണ്. 850 nm IR LED അപ് ടു 30 feet ആണ് അതിൻ്റെ നൈറ്റ് വിഷൻ. അതുപോലെ അഡാപ്റ്റർ 9 വോൾട്ട് 0.6 ആംപിയർ ആണ്. വീഡിയോ റെസൊല്യൂഷൻ 1080 പിക്സൽ. ഓഡിയോ ബിൽറ്റ് ഇൻ മൈക്രോഫോൺ, അതുപോലെ തന്നെ സ്പീക്കറും ഇതിൽ അവൈലബിൾ ആണ്. ബോക്സിനകത്ത് ഒരു സ്റ്റാർട്ടപ്പ് ഗൈഡ് കാണാം. അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഇത് വാൾ മൗണ്ട് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും. ഇതെന്ന് പറയുന്നത് നമുക്ക് വാൾ മൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറും. ഇത് അതിൻ്റെ പവർ അഡാപ്റ്ററാണ്. പവർ അഡാപ്റ്റർ 9 വോൾട്ട് 0.6 ആംപിയർ ആണ്. അതുപോലെ അത്യാവശ്യം നമുക്ക് നല്ല ലെങ്തിൽ തന്നെയാണ് ഇതിൻ്റെ കേബിൾ വന്നിരിക്കുന്നത്. അതിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ലെങ്ത് ഒന്ന് നോക്കാം. നമുക്ക് വേറെ എക്സ്റ്റൻഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് സോക്കറ്റിൽ കണക്ട് ചെയ്യാൻ പറ്റും ഈ കേബിൾ വെച്ചിട്ട്. ഇനി ബോക്സിൽ അടുത്തായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്യാമറ ബേസാണ്. അതായത് നമ്മുടെ വാൾ മൗണ്ട്, ഈ ക്യാമറ ബേസാണ് വാൾ മൗണ്ടിൽ ഫിക്സ് ചെയ്യാനുള്ളത്. അടുത്ത് നമ്മളെ മെയിൻ യൂണിറ്റായ ക്യാമറ യൂണിറ്റ്. ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ കവറോട് കൂടിയാണ് നമുക്ക് ബോക്സിൽ വരുന്നത് ക്യാമറ. ഇതാണ് നമ്മുടെ ക്യാമറ. ഇവിടെയാണ് നമ്മുടെ ബേസിലാണ് ഈ പോർഷൻ കണക്ട് ചെയ്യേണ്ടത്. ഇവിടെയാണ് നമുക്ക് അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ളത്. ഇതിൽ മെമ്മറി കാർഡ് ഇടുന്നത് ക്യാമറ ജസ്റ്റ് മുകളിലേക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെയാണ് നമുക്ക് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാനുള്ളത്. അവിടെ തന്നെയാണ് ക്യാമറ റീസെറ്റ് ബട്ടണും ഉള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാം. ഞാനൊരു 64 GB മെമ്മറി കാർഡാണ് ഇതിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. 64 GB മെമ്മറി കാർഡ് ഇട്ടാൽ നമുക്ക് ഒരു 1 വീക്ക് വരെ ഉള്ള റെക്കോർഡ് അതിൽ HD ആയിട്ട് തന്നെ കിട്ടും. ഇനി പവറിൻ്റെ കേബിളൊന്നും നമുക്ക് കണക്ട് ചെയ്യാം. പവർ കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡിവൈസ് പവർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ ക്യാമറയുടെ 2 സൈഡിലായിട്ട് നിങ്ങൾക്ക് LEDs കത്തി നിൽക്കുന്നത് കാണാൻ പറ്റും. അത് IR-ൻ്റെ LED ആണ്. അതുപോലെ ക്യാമറയുടെ മുകളിലായിട്ട് ഒരു LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പ്രോപ്പർ കളർ കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒരു ഗ്രീൻ കളർ. ഇത് നമ്മുടെ നോട്ടിഫിക്കേഷൻ LED ആണ്. അത് എല്ലായ്പ്പോഴും ഓൺ ആയിരിക്കും. അതായത് ക്യാമറയിൽ പവർ ഉണ്ടോ, ബാക്കി അതിൻ്റെ കണക്ഷൻ സ്റ്റാറ്റസും എല്ലാം അറിയാനുള്ളത് ആ LED ആണ്. അത് നമുക്ക് വേണമെങ്കിൽ സെറ്റിങ്സിനകത്ത് കയറിയിട്ട് അത് ഓഫ് ചെയ്യാം. അതുപോലെ ഈ ക്യാമറ ഓൺ ആകുമ്പോൾ എപ്പോഴും 360 ഡിഗ്രി ഹൊറിസോണ്ടലും 114 ഡിഗ്രി വെർട്ടിക്കലിലും അതൊരു സെൽഫ് ചെക്ക് ചെയ്യും. അതാണ് നമുക്കിപ്പോൾ ഈ കാണുന്നത്. അതിപ്പം കണക്ട് ചെയ്തിരിക്കുമ്പോൾ പവർ ഓഫായിട്ട് വരികയാണെങ്കിൽ പോലും അത് ഈ ഒരു ചെക്കപ്പ് നടത്തുന്നതാണ്. ക്യാമറ ഏകദേശം ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതിൻ്റെ ആദ്യം യൂസർ ഗൈഡ് എടുക്കുക. അതിനകത്തൊരു QR കോഡ് നമുക്ക് കാണാൻ കഴിയും. അത് നമ്മുടെ ഫോണിലെ QR കോഡ്, ബാർകോഡ് സ്കാനർ യൂസ് ചെയ്തിട്ട് സ്കാൻ ചെയ്യുക. ഞാനിപ്പോൾ അത് സ്കാൻ ചെയ്യുകയാണ്. സ്കാൻ ചെയ്യുമ്പോൾ അതിനകത്ത് അവിടെ ടാപ്പുകളുടെ ഒരു വെബ് പേജിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ക്രോമോ ഏതെങ്കിലും ഒരു ബ്രൗസർ വഴി അത് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അതിനകത്ത് നമുക്ക് TP-Link ടാപ്പോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ കാണാൻ കഴിയും. അത് നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇതൊരു 30 MB ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ശേഷം ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോൾ നമുക്ക് അവരുടെ ആപ്ലിക്കേഷൻ്റെ യൂസർ ഇൻ്റർഫേസിലായിരിക്കും പോകുന്നത്. പ്രൈവസി പോളിസി അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കതൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ആദ്യം നമ്മളൊരു മെയിൽ ID കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു പാസ്വേഡ് കൊടുക്കണം.
ഞാൻ അതിലൊരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ പാസ്വേഡ് കൺഫേം ചെയ്ത് കൊടുക്കണം. ഇത്രയും കൊടുത്തതിന് സൈനപ്പ് കൊടുക്കുക. സൈനപ്പ് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു നമുക്ക് മെയിൽ വന്നിട്ടുണ്ടാവും. ആ മെയിൽ ഐ ഡിയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും യൂസർ ഇൻ്റർഫേസിൽ വന്നിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ നമ്മുടെ ക്യാമറയുടെ മോഡൽ സെലക്ട് ചെയ്ത് കൊടുക്കണം, C200. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അതിന് മുമ്പായിട്ട് നമ്മുടെ ലൊക്കേഷനും കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കണം. ലൊക്കേഷൻ എനേബിൾ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഡിവൈസ് വൈഫൈയിൽ കണക്റ്റിംഗ് ആണ്. എൻ്റെ മെസ്സേജാണ് നിങ്ങൾ കേട്ടത്. അതുപോലെ നമുക്ക് നമ്മുടെ വൈഫൈയുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ ഫസ്റ്റ് ടൈം അത് കണക്റ്റ് ആകുമ്പോൾ അതിൻ്റെ തന്നെ ഒരു വൈഫൈയിലാണ് നമ്മുടെ ഫോൺ നെറ്റ്വർക്ക് കണക്റ്റ് ആകുന്നത്. അതിന് ശേഷമാണ് നമ്മുടെ വൈഫൈ മോഡത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം. നമ്മൾ ഫസ്റ്റ് കണക്ട് ചെയ്യുന്നത് ക്യാമറയുടെ തന്നെ ഒരു വൈഫൈയിലാണ് കണക്റ്റ് ആകുന്നത്. നമ്മുടെ ഡിവൈസ് ഏകദേശം കണക്റ്റ് ആയി കഴിഞ്ഞു. ഇതിൽ നമുക്ക് ഐ ആം ഓൾറെഡി കണക്റ്റഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഈ ഡയലോഗ് ബോക്സ് ക്യാൻസൽ എടുക്കുക. നമ്മളിപ്പോൾ ഓൾറെഡി അത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നെയിം ഈ ഒരു ഡിവൈസ് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിവൈസിൻ്റെ പേര് ഡിവൈസിനെ കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ നെയിം കൊടുക്കുന്നത്. നമുക്ക് എവിടെയാണ് ആ ക്യാമറ വച്ചിരിക്കുന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഡിവൈസ് കണക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ക്യാമറയിൽ ഇപ്പോൾ ലൈവായിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷ്വലാണ്. അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് 2 ക്വാളിറ്റിയിൽ അവൈലബിൾ ആണ്, LQയും HQയും, ലോ ക്വാളിറ്റിയും ഹൈ ക്വാളിറ്റിയും. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അതിൻ്റെ കൺട്രോൾസും റൈറ്റ് സൈഡിൽ കാണുന്നത് വിഷ്വൽസുമാണ്. നമുക്കിതിനകത്ത് ഫസ്റ്റ് പറയാനുള്ള ടോക്ക് ഫീച്ചറാണ്. നമ്മുടെ ഈ ഹോൾ ടു ടോക്ക് പ്രസ് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ക്യാമറയിലെ സ്പീക്കർ വഴി നമുക്ക് സൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയും. അതേപോലെ പാൻ ബാർ ടിൽറ്റ്, നമുക്ക് 360 ഡിഗ്രി ഹൊറിസോണ്ടലും 114 ഡിഗ്രി വെർട്ടിക്കലും നമുക്ക് ക്യാമറ മൂവ് ചെയ്യിക്കാൻ സാധിക്കും. അതുപോലെ ഹൊറിസോണ്ടൽ ക്രൂയിസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് തന്നെ 360 ഡിഗ്രി ക്യാമറ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇതിൽ പ്രത്യേകം എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിത് മാനുവലായിട്ട് വേണം റൊട്ടേറ്റ് ചെയ്യാൻ. പക്ഷെ നമുക്കത് ഫോൺ വഴി തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ മാനുവലായിട്ട് വേണം ചെയ്യേണ്ടത്. അല്ലാതെ ഓട്ടോമാറ്റിക് അത് റൊട്ടേറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കത്തില്ല. പിന്നെ നമുക്ക് പൊസിഷൻ മാർക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഏതെങ്കിലും ഒരു പൊസിഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എപ്പോഴും റൊട്ടേറ്റ് ചെയ്ത് ആ പൊസിഷനിലേക്ക് വയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ പൊസിഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ക്യാമറ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് തുടങ്ങിക്കോളും. പിന്നെ ഉള്ളത് നമുക്ക് പ്ലേ ബാക്ക് മെമ്മറിയാണ്. ആ പ്ലേ ബാക്ക് മെമ്മറി എടുത്തിട്ട് നമ്മൾ വീഡിയോ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഫോണിൽ അത്രയും ക്ലിപ്പ് റെക്കോർഡായി സേവ് ആവും. നമുക്ക് ഇമേജ് നോക്കുമ്പോൾ കാണാൻ പറ്റും. അതുപോലെ അതിൻ്റെ ഇമേജ് വേണമെങ്കിൽ ആ ക്യാമറ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ടും സേവ് ചെയ്യാൻ പറ്റും. പിന്നെ അലാറം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് മോഷൻ ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ ക്യാമറയിൽ അലാറം അടിക്കും. അതുപോലെ ഇതിൽ മോഷൻ ഡിറ്റക്ഷൻ എടുത്ത് പറയേണ്ടതാണ്. ചെറിയൊരു മോഷൻ ഡിറ്റക്ഷൻ ഉണ്ടായാൽ പോലും അപ്പോൾ തന്നെ നമുക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ വോയിസ് കോൾ ഫീച്ചറും ഉണ്ട്. നമുക്ക് ഇതിലേക്ക് സംസാരിക്കാം. അതുപോലെ ഇവിടെ പറയുന്ന വോയിസ്, ക്യാമറയിൽ പറയുന്ന വോയിസ് നമുക്ക് ഫോൺ വഴി കേൾക്കാനും കഴിയും. ഇതിൻ്റെ നൈറ്റ് വ്യൂ ആണ്. നൈറ്റ് വ്യൂ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. IR നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. 30 ഫീറ്റാണ് കമ്പനി പറയുന്നത്. നമുക്ക് അത്യാവശ്യം എന്താണെങ്കിലും അത് കാണാനും സാധിക്കുന്നുണ്ട് ഈ നൈറ്റ് വ്യൂവിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്യാമറയുടെ മെയിൻ ഫങ്ഷൻസ്. നമുക്കിതിൻ്റെ കമ്പാരിസൺ നോക്കാം. ഇതിൻ്റെ വില വരുന്നത് 2500 രൂപയാണ്. നമ്മളിപ്പോൾ MIയുടെ ക്യാമറയാണ് ഇപ്പോൾ മോസ്റ്റ് സെല്ലിങ്ങിൽ നിൽക്കുന്നത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് അതിനോട് കിടപിടിക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. അതുപോലെ നമുക്ക് ഇതിൽ പോരായ്മകളെന്ന് പറഞ്ഞാൽ ഇതിന് ക്ലൗഡ് സ്റ്റോറേജ് ഒന്നും തന്നെ ഇല്ല. മെമ്മറി കാർഡ് റെക്കോർഡിങ് മാത്രമേ ഉള്ളൂ. മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിഷ്വൽസ് റെക്കോർഡ് ചെയ്ത് വയ്ക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജിൽ റെക്കോർഡ് ചെയ്ത് വയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു
തീഫ് വന്ന് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ റെക്കോർഡ് കിട്ടത്തില്ല. കാരണം മെമ്മറി കാർഡ് മാത്രമായതുകൊണ്ട്. പിന്നെ മോഷൻ ഡിറ്റക്ഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നൈറ്റ് വ്യൂ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ MI ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ എന്തുകൊണ്ടും നമ്മുടെ ടാപ്പോ ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത്. പ്രൈസ് വൈസ് ആൻഡ് ക്വാളിറ്റി വൈസ് TP-Linkൻ്റെ ക്യാമറ ഒരു നല്ല ക്യാമറയാണ്. അതുപോലെ നമുക്കിപ്പം കറണ്ട് പോയിട്ട് വരെങ്കിൽ ഓട്ടോമാറ്റിക് വൈഫൈയിൽ അത് കണക്റ്റ് ആയിക്കോളും. വൈഫൈ ഇല്ലെങ്കിലും മെമ്മറി കാർഡിൽ റെക്കോർഡും ആയിക്കോളും. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ യൂസ്, ഇതിൻ്റെ പ്രോസും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.